നമസ്കാരം. ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. കേട്ടുകേൾവിയില്ലാത്ത തരം അഴിമതികളാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയാനായി ചെന്നൈയിലേക്ക് കൊടുത്തയച്ചത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇതൊരു പ്രതീക്ഷാവഹമായ ഒരു കാര്യമാണ്. 2019 സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് ഈ ഒരു ദ്വാരപാലക ശില്പങ്ങൾ. കൊണ്ടുപോയതിനു ശേഷം തിരികെ കൊണ്ടുവന്നതിന് ശേഷം ഇത് തൂക്കി നോക്കിയിട്ടില്ല. ക്ഷേത്ര ഭരണത്തിന്റെ സത്യസന്ധതയ്ക്കും സുതാര്യതയ്ക്കും പ്രഹരമേൽപ്പിക്കുന്ന ഗുരുതരമായ ക്രമക്കേടാണ് ഇതെന്നാണ് ഇപ്പോൾ കോടതി പോലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വർണ്ണാഭരണമുള്ള ചെമ്പുപാളികളുണ്ടെന്ന് 1999 രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ സ്വർണം പൂശാനായി 2019 അഴിച്ചെടുക്കുമ്പോൾ 42 കിലോഗ്രാമും 800 ഗ്രാമും ഭാരമുണ്ടായിരുന്നു ഈ പാളികൾക്ക്. പക്ഷേ ഈ പാളികൾ ചെന്നൈയിൽ എത്തിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തിരിച്ചെത്തിയപ്പോൾ ഇതിന് 4 കിലോഗ്രാമിലേറെ തൂക്കം കുറഞ്ഞത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. 4 കിലോ എന്ന് പറയുമ്പോൾ 125 പവനാണ് 1 കിലോ. അപ്പോൾ 500 പവനോളം സ്വർണ്ണമാണ് ഈ ഏകദേശ കണക്കിൽ ഇത് കാണുന്നതായിരിക്കുന്നത്. ഒരു പവന് 50,000 രൂപ വെച്ച് വില കണക്കാക്കിയാൽ പോലും 500 പവന് എത്ര കോടിയായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ശബരിമല ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ്. തൂക്കക്കുറവുണ്ടാവാൻ സാധ്യതയുള്ള ഏക ഘടകം സ്വർണ്ണാഭരണമാണ്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ ഏൽപ്പിച്ചിരിക്കുന്ന ചെമ്പുപാളികൾ മറ്റൊരു സെറ്റാകാനുള്ള സാധ്യതയുണ്ട്. അതായത് തിരിമറി നടത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് രണ്ടാമതൊരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങളും പീഠവും സ്ട്രോങ് റൂമിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നും പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ 2019 സ്വർണം പൂശാനായി ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം സ്വർണം പൂശിയിട്ട് തിരികെ വന്നപ്പോഴും ഇത് തൂക്കി നോക്കിയിട്ടില്ല. അപ്പോൾ എന്തുമാകാമെന്നുള്ള ഒരു ധൈര്യമാണ് ഈ രാഷ്ട്രീയക്കാരാണല്ലോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മറ്റും നിയമിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നിയന്ത്രണം മുഴുവൻ രാഷ്ട്രീയക്കാരിലേക്ക് വരും. 2019 അറിയാമല്ലോ ആരുടെ ഭരണമാണെന്ന്. 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷമാണ് ഈ കേരളത്തിൽ ഈ കേട്ടുകേൾവിയില്ലാത്ത പല സംഭവങ്ങളും നടന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാൻ അനുമതി നേടി. 25.4 കിലോഗ്രാം തൂക്കമുള്ള 12 ചെമ്പുപാളികൾ, 17.4 കിലോഗ്രാം ആകെ തൂക്കമുള്ള 2 പീഠങ്ങൾ എന്നിവയാണ് ഇതിനു വേണ്ടി കൊടുത്തയച്ചത്. ആകെ ഭാരം അങ്ങനെ ഇതിന് രണ്ടിൻ്റെയും കൂടി ഭാരം നോക്കുകയാണെങ്കിൽ 42.8 കിലോഗ്രാം ആണ് ഇതിനുള്ളത്. അതിൽ 2019 ഓഗസ്റ്റ് 29 ഇവ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയത്. അന്നത്തെ മാസപ്രകാരം ആകെ ഭാരം 38.258 കിലോഗ്രാം ആണ്. അതിൽ നിന്നാണ് 4.541 കിലോഗ്രാം കുറഞ്ഞത്. ഇത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല എന്നുള്ളത് ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇനി അതുപോലെ തന്നെയാണ് തൂക്കക്കുറവ് സ്പോട്ടിലുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതായത് അറ്റകുറ്റപ്പണികൾ നടത്തി ഇത് മടക്കിക്കൊണ്ടുവന്നതിന് ശേഷം ഇത് തൂക്കി അതിൻ്റെ അളവ് ക്ലിപ്തപ്പെടുത്തേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അവരത് ചെയ്തിട്ടില്ല. അവരത് ചെയ്യാത്തതിന് കാരണം എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയായിരിക്കണം. ഇതിനു മുമ്പും ശബരിമലയിൽ 2016 മുമ്പും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു പോയൊരു പുണ്യ കേന്ദ്രമാണ് ഈ ശബരിമല. 2016 ശേഷമാണ്, 2018 ശേഷം പ്രത്യേകിച്ചും 18 ശേഷമാണ് അവിടെ എന്തുമാകാമെന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 2018 യുവതീ പ്രവേശനം നടന്നതിന് ശേഷം, യുവതീ പ്രവേശനം നടത്തിയതിനു ശേഷം അവിടെയുള്ളതെല്ലാം മുക്കിയെടുക്കാമെന്നുള്ള ധാരണയായിരുന്നു പലർക്കും. പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഈ സ്വർണം പൂശിയതിനു ശേഷം സ്മാർട്ട് ക്രിയേഷൻസ് 38.653 കിലോഗ്രാം എന്നാണ് രണ്ടാമത്തെ മാസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം 4.147 കിലോഗ്രാം കൊണ്ടുപോയതിനേക്കാൾ കുറഞ്ഞു എന്നുള്ളതാണ്. അങ്ങോട്ട് കൊണ്ടുപോയതിനേക്കാൾ കുറഞ്ഞു. ഇത് പുനഃസ്ഥാപിച്ചപ്പോൾ തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ഇത് കുറഞ്ഞു എന്ന് ഇത് പരിശോധിക്കേണ്ടവർക്കറിയാം, ഇത് കൊണ്ടുപോയ സ്വർണത്തിൽ കുറവുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തൂക്കി പരിശോധിച്ചാൽ അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടി വരും. അത് പിന്നീടുള്ള കാലത്ത് തങ്ങൾക്ക് തന്നെ ദോഷമാകുമെന്ന് ഈ ദുഷ്ടന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരത് പരിശോധിക്കുകയോ അല്ലെങ്കിൽ തൂക്കി നോക്കി അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്തത്. ഇത്തവണയും അറ്റകുറ്റപ്പണി ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനേക്കാളും മറ്റൊരു വസ്തുത. സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണമെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ അറ്റകുറ്റപ്പണികൾക്കായി ഇത്തവണയും അന്ന് ഈ 4 കിലോഗ്രാം തൂക്കം കുറവുണ്ടായിട്ട് പോലും ഇപ്പോഴും അറ്റകുറ്റപ്പണികൾക്കായി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വിഷയത്തിലുള്ള അമിത താല്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.
അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് ഈ പിന്നെ സ്വർണം പൂശാനായി ഇത് ചെന്നൈയിൽ എത്തിച്ചതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചുരുങ്ങിയ പക്ഷം ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ളവർക്കെങ്കിലും അറിയാമായിരിക്കണം. ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് കേട് സംഭവിച്ചത് കൊണ്ടാണ് സ്വർണ്ണപ്പാളികൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ അറ്റകുറ്റപ്പണിക്കായി ഈ മാസം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. ഈ ദുഷ്ടന്മാരെയാണ്, അതായത് 4 കിലോഗ്രാം സ്വർണത്തിലേറെ കാണാതായിട്ടുണ്ട്. അതായത് അടിച്ചു മാറ്റി എന്നർത്ഥം. ഈ അടിച്ചു മാറ്റിയ സ്വർണം അവരെയാണ് നമ്മൾ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണക്കാരായ ഭക്തർ അവർ ഈ ഇത്രയും വ്രതമെടുത്ത് അവർ ഇരുമുടി കെട്ടുകെട്ടി നടന്ന് മല കയറി അവിടെ ചെന്ന് ഈ അയ്യപ്പനെ കാണാനാണ് പോകുന്നത്. അത്ര പവിത്രതയോടുകൂടിയാണ് പോകുന്നത്. പക്ഷേ ഇവന്മാർ അങ്ങനെയല്ലല്ലോ. ഇവിടെ ദേവസ്വം ബോർഡിലെ തന്നെ ഒരു ഉന്നതനായ ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ എന്തായാലും പറയുന്നില്ല. ആ വ്യക്തി MR അജിത് കുമാറിന്റെ വിഷയം ഉണ്ടാകുന്നത് വരെ, അതായത് MR അജിത് കുമാർ പമ്പയിൽ നിന്ന് ട്രാക്ടർ വരുത്തി ട്രാക്ടറിലേക്കാണ് സന്നിധാനത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന പ്രവണത ആ വ്യക്തി നിർത്തിയത്. അതായത് ഇദ്ദേഹം നേരെ കാറിൽ പമ്പയിൽ ചെല്ലും. പമ്പയിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിക്കും. ഈ ആംബുലൻസിനകത്ത് കയറിയാണ് ഇദ്ദേഹം സന്നിധാനത്തേക്ക് പോയിക്കൊണ്ടിരുന്നതും തിരിച്ച് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ്. അത് ഞാനീ പറയുമ്പോൾ ദേവസ്വവും ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അറിയാം ആരാണ് വ്യക്തിയെന്ന്, ഈ പോയിട്ടുള്ള വ്യക്തിക്കും അറിയാം ആരാണ് താനെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. കാരണം ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകും. പക്ഷേ അവിടെ ഇരിക്കുന്നത് അയ്യപ്പനാണ്. ഇപ്പോൾ 4.5 കോടിയോളം ജനങ്ങൾ പുറത്തുണ്ട്, അവരിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് പരിപാവനമായിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ശബരിമല. ദയവ് ചെയ്ത് അതിനെ മലീമസമാക്കരുത്. നിങ്ങളുടെ പോലെയുള്ളവരുടെ പാദസ്പർശനം ഏൽക്കുന്നത് പോലും അവിടെ കളങ്കപ്പെടാൻ ഇടയാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രവണതകൾ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായി വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതിലേക്ക് പോകുക. രാഷ്ട്രീയത്തിൽ നിങ്ങളൊക്കെ ഇറങ്ങിയത് തന്നെ പൈസ ഉണ്ടാക്കാനാണ്. അത് ഞങ്ങൾക്കറിയാം, മണ്ടന്മാരായ ഞങ്ങൾക്ക്, ഈ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ ബോധം ഉണ്ടായി പോയത് കൊണ്ട് മാത്രം കുറെ കഴുതകൾ വന്നിട്ട് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യുന്നത്, തോപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു പാർട്ടിയിൽ നിന്നാൽ നാളെ ചാടി മറ്റൊരു പാർട്ടിയിലേക്ക് പോകാം. അത് നിങ്ങളുടെ വയറ്റിപ്പിഴപ്പാണ്. അതിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം അത് ഈ കേരളത്തിലെ ജനങ്ങളുടെ കഴിവുകേടാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ ശബരിമലയിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ജനങ്ങൾ വെറുതെ ഇരിക്കില്ല, അവരത് കണ്ടിരിക്കില്ല എന്നുള്ള കാര്യം ഓർത്താൽ നല്ലത്.